ഏറ്റവും പുതിയ ഡിസൈനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ, ഏറ്റവും മികച്ച ഓഫറുകൾ. Only at Regalia Golden Diamond, ചാവക്കാട്. പ്ലാറ്റിനം പോലെ സിൽവർ, ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. കടലിൽ കൃത്രിമ പാരുകൾ സൃഷ്ടിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തുന്ന 7 ഫൈബർ വള്ളങ്ങൾ ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ നിന്നും അഴീക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റും മുനയ്ക്കക്കടവ് കോസ്റ്റൽ പോലീസും ചേർന്ന് പിടിച്ചെടുത്തു. തമിഴ്നാട് കുളച്ചൽ സ്വദേശികളുടെ 7 വള്ളങ്ങളും അനുബന്ധ സാമഗ്രികളുമാണ് സംയുക്ത സംഘം പിടികൂടിയത്. കൃത്രിമ പാരുകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം വ്യാപകമാണെന്ന പരാതിയെ തുടർന്നായിരുന്നു സംഘം പരിശോധനയ്ക്കിറങ്ങിയത്. ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ നടപടികൾ പൂർത്തീകരിച്ച് ആകെ 3.25 ലക്ഷം രൂപ പിഴ ചുമത്തുകയും ചെയ്തു. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഗ്രേസി കെപിയുടെയും കോസ്റ്റൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ജോബി വർഗീസിന്റെയും നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് വള്ളങ്ങളും അനുബന്ധ ഉപകരണങ്ങളും കൃത്രിമ പാര് നിർമ്മിക്കാൻ കൊണ്ടുപോയ വസ്തുക്കളും പിടിച്ചെടുത്തത്. കടലിന്റെ അടിത്തട്ടിലെ ആവാസയിടങ്ങൾ കൃത്രിമ പാരുകളാൽ നശിപ്പിക്കപ്പെടുന്നതായാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പരാതി. കണവ പിടിക്കാനാണ് കൃത്രിമ പാരുണ്ടാക്കുന്നത്. ഉപയോഗശൂന്യമായ വലകളും പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് കന്നാസുകളും തെങ്ങിൻ കുരഞ്ഞിലും മറ്റും കൂട്ടിക്കെട്ടി പ്ലാസ്റ്റിക് ചാക്കുകളിൽ മണൽ നിറച്ച് ഏകദേശം 50 കിലോമീറ്റർ ദൂരെ ആഴക്കടലിൽ നിക്ഷേപിച്ചാണ് കണവ പിടിക്കുന്നത്. ഇവ നിക്ഷേപിച്ച സ്ഥലത്തിന്റെ GPS പൊസിഷൻ രേഖപ്പെടുത്തി സൂക്ഷിച്ച് 2 ആഴ്ചയ്ക്ക് ശേഷം ഇതേ സ്ഥലത്തു ചെന്ന് ചൂണ്ടയിട്ട് കണവ പിടിക്കുന്നതാണ് ഇവരുടെ രീതി. 2-3 തവണത്തെ ഉപയോഗശേഷം ഇവ ഉപേക്ഷിച്ച് കടലിൽ മറ്റൊരിടത്ത് മറ്റൊരു പാര് സൃഷ്ടിക്കും. ഇത്തരത്തിൽ ആഴക്കടലിൽ നിരവധിയിടങ്ങളിൽ അനധികൃത കൃത്രിമ പാര് നിർമ്മിച്ചിരിക്കുന്നതിനാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ സുഗമമായി മത്സ്യബന്ധനം നടത്താൻ കഴിയുന്നില്ലെന്നാണ് പരാതി. പലപ്പോഴും വലകൾ അനധികൃത കൃത്രിമ പാരുകളിൽ കുടുങ്ങി നശിച്ച വൻ നഷ്ടമുണ്ടാകുന്നതായും പരാതിയുണ്ട്. കൃത്രിമ പാരുകൾ കടലിൽ മലിനീകരണമുണ്ടാക്കുകയും കടൽ ജീവികളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ നശിപ്പിക്കുകയും മത്സ്യലഭ്യത കുറയ്ക്കുമെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. നാട്ടിക ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജിന്റെ നേതൃത്വത്തിൽ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിഭാഗം ഓഫീസർമാരായ ER ഷിനിൽകുമാർ, VM ഷൈബു, VN പ്രശാന്ത് കുമാർ, മുനയ്ക്കക്കടവ് കോസ്റ്റൽ പോലീസ് SI ജലീൽ, ASI ഉദയകുമാർ, CPO സുധീലാൽ, റെസ്ക്യൂ ഗാർഡുമാരായ ഷിഹാബ്, വിപിൻ, സിജീഷ്, ഡ്രൈവർ അഷ്റഫ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. വരും കാലങ്ങളിൽ രാത്രികാല പരിശോധനയുണ്ടാകുമെന്നും പ്ലാസ്റ്റിക്കും കുരഞ്ഞിലുകളും കയറ്റിവരുന്ന വാഹനങ്ങൾക്കെതിരെ നടപടിയുണ്ടാകുമെന്നും ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ C സീമ പറഞ്ഞു. നക്ഷത്രത്തിലക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്നതുല്യം ഈ വെള്ളി ആഭരണങ്ങളിൽ ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി, ചാവക്കാട്, വാടാനപ്പള്ളി. പ്ലാറ്റിനം പോലെ സിൽവർ. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.